ഇത് ഫ്രൈഡ് ചിക്കൻ അല്ല. ഷാർക്കുകളെ ഫ്രൈഡ് ചിക്കൻ ആണെന്ന് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടാണ് 2019 ഷാർക്ക് ടാങ്കിന്റെ വേദിയിലേക്ക് ഡെബോറ ടോറസ് എന്ന സംരംഭകൻ എത്തിയത്. അവർ കൊണ്ടുവന്നത് വെറും വീഗൻ ചിക്കൻ ആയിരുന്നില്ല. അറ്റ്ലസ് മാൻഡ്രോ, മാംസം കഴിക്കാത്തവർക്കും ഫ്രൈഡ് ചിക്കന്റെ അതേ രുചിയും അനുഭവം നൽകുന്ന ഒരു മാന്ത്രിക വിഭവം. ഗോതമ്പും മറ്റ് വെജിറ്റബിൾസും ഉപയോഗിച്ച് തികച്ചും വെജായ ഒരു ഫുഡ് പ്രോഡക്റ്റ് ആയിരുന്നു അത്. ഷാർക്കുകൾക്ക് എല്ലാവർക്കും തന്നെ ആ രുചി വളരെയധികം ഇഷ്ടപ്പെട്ടു എന്ന് മാത്രമല്ല, അത് ചിക്കൻ അല്ലെന്ന് വിശ്വസിക്കാൻ പോലും അവർ കൂട്ടാക്കിയില്ല. അങ്ങനെ ആ പ്രോഡക്റ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാനായി ഷാർക്കുകൾ തമ്മിൽ വലിയ ഓഫറുകളിൽ ലേലം വിളിച്ചു. അവസാനം ഷാർക്കുകളായ മാർക്ക് ക്യൂബനും റോഹൻ ഓസയും ചേർന്ന് നൽകിയ ഞെട്ടിക്കുന്ന ഓഫർ $1 മില്യൺ. കമ്പനി മുഴുവനായി വാങ്ങാനായിരുന്നു ആ വാഗ്ദാനം. എന്നാൽ പിന്നീട് നടന്നത് ഷാർക്ക് ടാങ്ക് ചരിത്രത്തിലെ ധീരമായ തീരുമാനങ്ങളിൽ ഒന്ന്. അത്രയും ഭീമമായ തുക വളരെ നിസ്സാരമായി ഡെബോറ ടോറസ് നിരസിച്ചു. തന്റെ കമ്പനിയുടെ യഥാർത്ഥ മൂല്യം ഈ വാഗ്ദാനങ്ങളിലൂടെ താൻ തിരിച്ചറിഞ്ഞുവെന്നും നിയന്ത്രണം വിട്ടുകൊടുക്കാൻ തനിക്ക് താല്പര്യമില്ലെന്നും അവർ പറഞ്ഞു. ഷോ കഴിഞ്ഞ് പുറത്തേക്ക് വന്ന ഡെബോറയെ കാത്തിരുന്നത് വൻ വിജയമായിരുന്നു. മണിക്കൂറുകൾക്കുള്ളിൽ ഉൽപ്പന്നങ്ങളെല്ലാം തന്നെ വിറ്റുകഴിഞ്ഞു. $350,000 വിൽപ്പന ഒറ്റയടിക്ക്. പിന്നീട് കോടിക്കണക്കിന് രൂപയുടെ വരുമാനം. സ്വന്തമായി ഫാക്ടറി. അറ്റ്ലസ് മാൻഡ്രോ ഒരു തരംഗമായി മാറി. എന്നാൽ ഒരു സ്വപ്നം യാഥാർത്ഥ്യമാക്കുന്നത് വെല്ലുവിളികൾ നിറഞ്ഞതാണ്. ഉൽപ്പന്ന വിതരണത്തിലെ പ്രശ്നങ്ങളും ഉപഭോക്തൃ പരാതികളും കാരണം പിന്നീട് അറ്റ്ലസ് മാൻഡ്രോയ്ക്ക് പിടിച്ചു നിൽക്കാനായില്ല. ആ കമ്പനി പൂട്ടേണ്ടി വന്നു. അവരന്ന് ഷാർക്കുകളുടെ ഓഫറായിട്ടുള്ള $1 മില്യൺ വേണ്ടെന്ന് വെച്ചത് ശരിയായിരുന്നോ? നിങ്ങളുടെ അഭിപ്രായം എന്താണ്?